പച്ചപ്പ് നിറഞ്ഞ മനോഹരമായൊരു ദ്വീപ്. എന്നാൽ ആ ദ്വീപിന്റെ മനോഹാരിത ആസ്വദിക്കാൻ അങ്ങോട്ട് പോയവരാരും പിന്നീട് ജീവനോടെ തിരികെ വന്നിട്ടില്ല. ദ്വീപിന് കാവലായി മൂർച്ചയേറിയ അമ്പുകളും കുന്തങ്ങളും മറ്റുമായി കാവൽ നിൽക്കുന്ന ഗോത്രവിഭാഗം. പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നിഗൂഢമായ ദ്വീപിനെ പറ്റിയാണ്. ഇന്ത്യയുടെ അധീനതയിൽ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപായ നോർത്ത് സെന്റിനൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഈ നിരോധിത മേഖലയിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച അമേരിക്കൻ പൗരൻ അറസ്റ്റിലായി എന്ന വാർത്തയോടെയാണ് നോർത്ത് സെന്റിനൽ വീണ്ടും ചർച്ചാ വിഷയമായത്. വടക്കൻ സെന്റിനൽ ദ്വീപിലേക്ക് കടക്കാൻ ശ്രമിച്ച മൈഖലോ വിക്ടോറോവിച്ച് പോളിയക്കോവ് എന്ന 24-കാരനാണ് മാർച്ച് 31-ന് അറസ്റ്റിലായത്. ക്യാമറ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളോടെ ദ്വീപിലേക്ക് എത്തിയതാണ് ഇയാൾ. ഒരുവിധ അനുമതികളുമില്ലാതെ ദ്വീപിലേക്ക് കയറാൻ ശ്രമിച്ചതിനായിരുന്നു അറസ്റ്റ്. മാർച്ച് 29-ന് പുലർച്ചെ 1 മണിയോടെ ഒരു തേങ്ങയും കോളയും വെച്ച് ചെറു ബോട്ടിലാണ് ഇയാൾ ദ്വീപിനടുത്തേക്ക് എത്തിയത്. ഒരുപക്ഷെ പോലീസ് ഇയാളെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ മരണം തന്നെയാകുമായിരുന്നു ഇയാളുടെയും വിധി. കാരണം ആ മണ്ണിന്റെയും മനുഷ്യരുടെയും രഹസ്യമറിയാൻ പോയവരാരും ഇന്ന് ജീവനോടെയില്ല. എന്തിനേറെ ആരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ പോലീസ് അടക്കമുള്ള അധികാരികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അത്രയേറെ അപകടകാരികളായ ഈ ദ്വീപുവാസികളെ ലോകസഞ്ചാരിയായ മാർക്കോ പോളോ വിശേഷിപ്പിച്ചത് ക്രൂരരും ദയാരഹിതരും എന്നായിരുന്നു. പുറം നാട്ടുകാർക്ക് പ്രവേശനം വിലക്കപ്പെട്ട ഇടമാണ് നോർത്ത് സെന്റിനൽ ദ്വീപ്. ഇന്ത്യയുടെ അധീനതയിൽ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് നോർത്ത് സെന്റിനൽ. 72 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപ് ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗമാണ്. പോർട്ട് ബ്ലെയറിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പുറം ലോകവുമായി ബന്ധമില്ലാതെയാണ് ദ്വീപുവാസികൾ കഴിയുന്നതും. സെന്റിനലീസ് ജനത ആഫ്രിക്കയിൽ നിന്നും ആദിമ മനുഷ്യർ വന്നതിൽ നേരിട്ട് വളർന്നുണ്ടായവരാണെന്ന് കരുതപ്പെടുന്നു. സെന്റിനലീസ് ജനത സംസാരിക്കുന്ന ഭാഷയെ സെന്റിനലീസ് ഭാഷ എന്ന് തന്നെയാണ് വിളിക്കുന്നതും. അവർ സംസാരിക്കുന്ന ഭാഷയെ ഏതെങ്കിലും രീതിയിൽ മറ്റു ഭാഷയുമായോ ബന്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായോ കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. 2011 സെൻസസ് അനുസരിച്ച് 40 ഗോത്രവംശജർ ഇവിടെയുണ്ടെന്നാണ് കരുതുന്നത്. ഇപ്പോഴെത്ര പേരുണ്ട് എന്നുള്ളതിന് വ്യക്തമായ കണക്കുകളില്ല. കടലിനാൽ ചുറ്റപ്പെട്ട ദ്വീപിൽ തുറമുഖങ്ങൾ ഒന്നും തന്നെയില്ല. ചുറ്റോട് ചുറ്റും പവിഴപ്പുറ്റുകൾ ഉള്ളതിനാൽ ബോട്ടുകൾക്കോ കപ്പലുകൾക്കോ കരയിലേക്ക് അടുക്കാനും പ്രയാസമാണ്. ആൻഡമാനിലേക്ക് നിരവധി സഞ്ചാരികൾ എത്താറുണ്ടെങ്കിലും അതേ ദ്വീപ സമൂഹത്തിന്റെ മറ്റൊരു ഭാഗമായ നോർത്ത് സെന്റിനൽ സഞ്ചാരികൾക്ക് ഇന്നും അന്യമായി തന്നെ തുടരുകയാണ്. വംശനാശ ഭീഷണി നേരിടുന്നവരാണ് ഇവിടുത്തെ ഗോത്രവിഭാഗം. അതിനാൽ തന്നെ അവരുടെ സുരക്ഷയും സ്വകാര്യതയും മാനിച്ചാണ് ദ്വീപിലേക്ക് പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നതും. ഇനി അഥവാ ആരെങ്കിലും ആ ദ്വീപിലേക്ക് എത്തിയാലും ദ്വീപ് ജനതയുടെ അമ്പുകൾ ഏൽക്കുകയും ചെയ്യും. സെന്റിനൽ ദ്വീപിൽ വസിക്കുന്നവർ ആയതുകൊണ്ട് തന്നെ സെന്റിനലീസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. സവിശേഷമായ ജീവിത രീതി പിന്തുടരുന്നത് കൊണ്ടും ഇവിടേക്ക് പോകുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ദ്വീപിന്റെ ഏകദേശം 3 കിലോമീറ്റർ ചുറ്റളവിലേക്ക് അഥവാ 5 നോട്ടിക്കൽ മൈലിലേക്ക് ആർക്കും പ്രവേശനമില്ല. വേട്ടയാടിയും മത്സ്യം പിടിച്ചും വനവിഭവങ്ങൾ ഭക്ഷിച്ചുമാണ് ഈ ഗോത്രവിഭാഗം കഴിയുന്നത്. കാട്ടുപന്നിയുടെ മാംസം ഇവർ വ്യാപകമായി ഭക്ഷിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. ദ്വീപിലേക്ക് എത്തുന്നവരെ അമ്പെയ്ത് കൊല്ലുന്ന അക്രമകാരികളായിട്ടാണ് സെന്റിനലുകളെ പൊതുവെ കണക്കാക്കുന്നത്. എന്നാൽ ഇവർ ആക്രമിക്കുന്നത് പേടികൊണ്ടും സ്വയരക്ഷയ്ക്കും വേണ്ടിയാണെന്നും വിലയിരുത്തലുണ്ട്. അതിനുള്ള പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ദ്വീപിന് പുറത്ത് മറ്റൊരു ലോകമുണ്ടെന്ന് ഈ ജനവിഭാഗത്തിന് തിരിച്ചറിവില്ല എന്നുള്ളതാണ്. പലപ്പോഴും കടലിൽ തകർന്ന് കരയ്ക്കടിയുന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങളിലെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കുന്ന അമ്പുകളാണ് ഇപ്പോഴും അവരുടെ പ്രധാന ആയുധം. സുനാമി സാരമായി ബാധിച്ച ഈ ദ്വീപിന് സഹായം എത്തിക്കാൻ ശ്രമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരെ വരെ അവർ അമ്പെയ്തോടിച്ചു. അന്ന് ഹെലികോപ്റ്ററുകൾക്ക് നേരെ അമ്പെയ്യുന്ന ദ്വീപുവാസിയുടെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ശിലായുഗ മനുഷ്യരായാണ് സെന്റിനലുകൾ അറിയപ്പെടുന്നത്. 60,000 വർഷത്തിലേറെയായി അവർ ദ്വീപിൽ ഏകാന്തതയിലാണ് ജീവിക്കുന്നത് എന്നാണ് നരവംശ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. ഇവരുടെ ജീവിത രീതി, ഭാഷ എന്നിവയെല്ലാം ഇന്നും അജ്ഞാതമായി തുടരുകയാണ്. ദ്വീപിലെ മനുഷ്യവാസം ആദ്യമായി കണ്ടെത്തിയത് ബ്രിട്ടീഷ് പര്യവേക്ഷകനായ ജോൺ റിച്ചിയാണ്. 1771 അത്. 1880 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ മോറിസ് പോർട്സ്മാൻ ഇവിടെ ആദ്യമായി കാലുകുത്തി. പഠനത്തിന്റെ ഭാഗമായി എത്തിയ അദ്ദേഹത്തിന് നിരവധി ചെറുഗ്രാമങ്ങൾ അന്ന് കാണാൻ സാധിച്ചു. ഇവിടെ നിന്ന് 2 പ്രായമുള്ള ദമ്പതികളെയും 4 കുട്ടികളെയും പോർട്ട്മാൻ പുറത്തു കടത്തി പോർട്ട് ബ്ലെയറിലേക്ക് എത്തിച്ചു. എന്നാൽ പുറം ലോകത്തെ കാലാവസ്ഥയുമായി ഇണങ്ങാൻ സാധിക്കാതിരുന്ന വൃദ്ധദമ്പതികൾ
മരണത്തിന് കീഴടങ്ങി. കുട്ടികളെ ദ്വീപിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. 1883 പോർട്ട്മാൻ വീണ്ടും ദ്വീപ് സന്ദർശിച്ചു. 1885 ജനുവരിയിലും 1887 ജനുവരിക്കുമിടയിൽ നിരവധി തവണ പോർട്ട്മാൻ നോർത്ത് സെൻട്രൽ ദ്വീപ് സന്ദർശിച്ചെന്നാണ് ചരിത്രം. 1867 മാർച്ചിൽ ഹോംഫ്രൈ എന്നയാളും ദ്വീപിലേക്ക് എത്തിയിരുന്നു. ഇതേ വർഷം ഒരു ഇന്ത്യൻ കച്ചവട കപ്പൽ ദ്വീപിന് സമീപം തകർന്നിരുന്നു. 106 യാത്രക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. തകർന്ന കപ്പലിൽ നിന്ന് കരയ്ക്ക് കയറിയ ഇവരെ സെന്റിനലുകൾ ആക്രമിച്ചു. പ്രാണരക്ഷാർത്ഥം കടലിൽ ചാടിയ യാത്രക്കാരെ പിന്നീട് റോയൽ നേവി രക്ഷാദൗത്യ സംഘമാണ് കണ്ടെത്തിയത്. 1977 1981 ഓരോ കപ്പലുകൾ ദ്വീപിന് സമീപം തകർന്നിരുന്നു. MV റസ്ലി, MV പ്രിംറോസ് എന്നിവയായിരുന്നു ആ കപ്പലുകൾ. പ്രിംറോസ് തകർന്ന് ദിവസങ്ങൾക്ക് ശേഷം ആയുധധാരികളായ ചിലർ ചേർന്ന് ബോട്ടുകൾ നിർമ്മിക്കുന്നത് കപ്പലിൽ ജീവനോടെ ഉണ്ടായിരുന്ന ക്യാപ്റ്റന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഏത് നിമിഷവും ഒരാക്രമണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പ്രതിരോധത്തിനായി തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ അധികാരികളോട് ആവശ്യപ്പെട്ടു. എന്നാൽ കടൽ പ്രക്ഷുബ്ധമായതിനാൽ കപ്പലുകൾക്ക് സെന്റിനൽ ദ്വീപിന്റെ സമീപത്ത് പോലും എത്താനായില്ല. ഇത് പക്ഷേ പ്രിംറോസിന്റെ ജീവനക്കാർക്ക് മറ്റൊരു വിധത്തിൽ ഗുണം ചെയ്തു. വീശിയടിക്കുന്ന ശക്തമായ തിരമാല ദ്വീപവാസികളെ തകർന്ന കപ്പലിന് സമീപം എത്തുന്നത് തടഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യൻ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനുമായുള്ള കരാർ പ്രകാരം ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ക്രൂ അംഗങ്ങളെ രക്ഷപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ഈ 2 കപ്പൽ ഛേദങ്ങൾക്കും പിന്നാലെ സെന്റിനലുകൾ അതിൽ ഇരുമ്പിനായി തിരച്ചിൽ നടത്തിയെന്ന വിവരവുമുണ്ട്. പുറം ലോകവുമായി ബന്ധപ്പെടാൻ യാതൊരു താല്പര്യമില്ല എന്നുള്ളതാണ് ഓരോ അവസരത്തിലും സെന്റിനലുകൾ ലോകത്തെ അറിയിച്ചത്. എങ്കിലും 1991 അതിന് ചെറിയൊരു മാറ്റമുണ്ടായി. കാരണം ആ വർഷമാണ് പുറത്തുനിന്നൊരാൾക്ക് ദ്വീപ് നിവാസികളുമായി ബന്ധപ്പെടാനുള്ള അവസരം ലഭിച്ചത്. അന്ന് ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന ത്രിലോക്നാഥ് പണ്ഡിറ്റും സഹപ്രവർത്തകരും ചേർന്ന് സെന്റിനലീസ് ജനതയുമായി ചെറിയ രീതിയിലെങ്കിലും ഒരു ബന്ധം സ്ഥാപിച്ചെങ്കിലും അതൊന്നും പിന്നീട് എവിടെയും എത്തിയില്ല. പ്രദേശത്തെ ജന്തു സസ്യജാലങ്ങളിലെ വൈവിധ്യം അവരെ അമ്പരപ്പിച്ചിരുന്നു. എങ്കിലും കൃത്യമായ സർവേ നടക്കാത്തതിനാൽ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ്. സൗത്ത് സെന്റിനലിനൊപ്പം നോർത്ത് സെന്റിനൽ ദ്വീപിനെയും ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ ആഗോളതലത്തിൽ പ്രധാനപ്പെട്ട പക്ഷി കേന്ദ്രമായാണ് കണക്കാക്കുന്നത്. ദ്വീപിലെ കണ്ടൽക്കാടുകളും പവിഴപ്പുറ്റുകളും ഇന്നും പര്യവേഷണം ചെയ്യപ്പെടാതെ കിടക്കുകയാണ്. എന്നാൽ ദ്വീപിലേക്കുള്ള എല്ലാ സന്ദർശനങ്ങളും 1997 നിർത്തിവെച്ചുവെന്നതും ചരിത്ര സത്യം. ദ്വീപവാസികളുടെ അമ്പുകളും കുന്തങ്ങളും മനുഷ്യരക്തത്തിന്റെ രുചിയറിഞ്ഞ സംഭവങ്ങളെക്കുറിച്ചുകൂടി പറയാതെ സെന്റിനൽ ദ്വീപിനെക്കുറിച്ചുള്ള വിവരണം പൂർത്തിയാവില്ല. 2006 സുന്ദർ രാജ്, പണ്ഡിറ്റ് തിവാരി എന്നിങ്ങനെയുള്ള 2 മത്സ്യത്തൊഴിലാളികൾ ഈ ഭാഗത്ത് അനധികൃതമായി മീൻ പിടിക്കാനായി എത്തിയിരുന്നു. ഇടയ്ക്ക് ബോട്ട് തെന്നി നോർത്ത് സെന്റിനൽ ദ്വീപിന്റെ തീരത്തോടടുത്തു. ഇവരെ ദ്വീപവാസികൾ കൊലപ്പെടുത്തുകയായിരുന്നു. ദ്വീപിന് പുറത്ത് മറ്റൊരു ലോകമുണ്ടെന്ന് മനസ്സിലാക്കാത്ത സെന്റിനലുകളോട് ക്രമസമാധാന പ്രശ്നത്തെക്കുറിച്ച് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നതുകൊണ്ടാകാം അന്വേഷണമൊന്നും ഉണ്ടായതുമില്ല. കൂടാതെ ഈ 2 പേരുടെയും മൃതദേഹവും വീണ്ടെടുക്കാനായിട്ടില്ല. 2018 ദ്വീപ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്ന ജോൺ അലൻ ചൗ എന്ന 26-കാരനായ അമേരിക്കക്കാരനാണ് അന്ന് കൊല്ലപ്പെട്ടത്. ദ്വീപിലെത്തിയ ഇദ്ദേഹത്തെ കൊന്ന് മണലിൽ കുഴിച്ചിടുകയായിരുന്നുവെന്നാണ് പിന്നീട് പുറത്തുവന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് പുറത്തു വന്ന വാർത്തകളിലെല്ലാം ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഉണ്ടായിരുന്നത്. സെന്റിനലുകൾ എത്രമാത്രം അപകടകാരികളാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആക്രമണത്തെ ചെറുക്കാൻ ഷീൽഡുകളടക്കം ശരീരത്തിൽ ഘടിപ്പിച്ചാണ് ജോൺ അലൻ ചൗ ദ്വീപിലേക്ക് ഇറങ്ങിയത്. വൈറ്റമിൻ ഗുളികകളും രക്തം പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള മരുന്നുകളും ജോൺ കയ്യിൽ കരുതിയിരുന്നു. ശാരീരികമായ ആക്രമണങ്ങളെ ചെറുക്കാൻ നെഞ്ചിലും വയറ്റിലും ഷീൽഡുകളും ധരിച്ചു. ഇതിനു പുറമെ ഗോത്രവർഗക്കാരെ സന്തോഷിപ്പിക്കാനായി ചില സമ്മാനങ്ങളും അദ്ദേഹം കയ്യിൽ കരുതി. ചൂണ്ടകളും തൂവാലകളും റബ്ബർ ട്യൂബുകളുമാണ് സമ്മാനമായി നൽകാൻ കൊണ്ടുപോയിരുന്നത്. എന്നാൽ ദ്വീപിലിറങ്ങിയ ഉടൻ ഗോത്രവർഗക്കാർ അദ്ദേഹത്തിന് നേരെ തുരുതുര അമ്പയുകയായിരുന്നു. കൊല്ലപ്പെട്ടതിന്റെ തലേ ദിവസവും ജോൺ അലൻ ചൗ സെന്റിനൽ ദ്വീപിലേക്ക് എത്തിയിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ ദ്വീപിലിറങ്ങിയ ജോണിനെ ദ്വീപിലെ ഒരു ആൺകുട്ടി അമ്പെയ്ത് ആക്രമിച്ചതോടെ ഇദ്ദേഹം തിരികെ മടങ്ങി. ഇക്കാര്യത്തെക്കുറിച്ച് ജോൺ തന്റെ ഡയറിയിൽ കുറിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഒരു ചെറിയ കുട്ടി എനിക്ക് നേരെ അമ്പെയ്തതെന്നും ആക്രമണത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ബൈബിളിന് കേടുപാടുണ്ടായി എന്നുമാണ് അദ്ദേഹം ഡയറിയിൽ കുറിച്ചത്. സംഭവശേഷം പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ അധികൃതരും സെന്റിനൽ ദ്വീപിന് സമീപം നിരീക്ഷണം നടത്തിയെങ്കിലും അക്രമ സാധ്യത ഭയന്ന് തിരികെ മടങ്ങി. ഇതോടെ ജോണിന്റെ മൃതദേഹം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും വിഫലമായി.
ഇദ്ദേഹം ദ്വീപിലെത്തിയതിന് പിന്നിൽ അമേരിക്കക്കാരായ 2 പേരുടെ നിരന്തര സമ്മർദ്ദമാണെന്ന് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ് പോലീസ് കണ്ടെത്തിയിരുന്നു. ജോണിന് വന്ന ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് 2 അമേരിക്കക്കാർ സെന്റിനൽസിലേക്ക് പോകാൻ നിർബന്ധിച്ചിരുന്നു എന്നതായി കണ്ടെത്തിയത്. ഇവർ ദമ്പതികളാണെന്ന് മാത്രമാണ് പോലീസ് അന്ന് പുറത്തുവിട്ട വിവരം. ജോണിന്റെ മരണത്തിന് പിന്നാലെ ഇവർ ഇന്ത്യ വിട്ടതായും പോലീസ് പറഞ്ഞു. ഇവരും ഇവാഞ്ചലിക്കൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരുന്നു. ദ്വീപിൽ പോലീസ് പ്രവേശിക്കുന്നതും ഗോത്രവർഗക്കാരുമായി ഇടപെടാൻ ശ്രമിക്കുന്നതും ഇരുകൂട്ടർക്കും അപകടകരമാണെന്ന തിരിച്ചറിവിലാണ് ജോണിന്റെ മൃതദേഹം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ അധികൃതർ ഉപേക്ഷിച്ചത്. അതേസമയം സെന്റിനൽ ദ്വീപവാസികൾ വലിയ ഭീഷണി നേരിടുന്നതായാണ് ഒരു ഗോത്രാവകാശ സംഘടന അഭിപ്രായപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളാണ് ഈ ഗോത്രക്കാരാണെന്നാണ് സർവൈവൽ ഇന്റർനാഷണൽ പറയുന്നത്. ഇവർക്ക് പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനുള്ള സ്വാഭാവിക ശേഷിയില്ല എന്നുള്ളതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ടൂറിസം ഇവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുകയാണെന്നും വിലയിരുത്തലുകളുണ്ട്. ഇന്ത്യൻ സർക്കാർ അവരുടെ സ്വതന്ത്രതയും സുരക്ഷയും സംരക്ഷിക്കാനുള്ള നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഡ്രോണും മറ്റ് സാറ്റലൈറ്റുകളുമാണ് ഇപ്പോൾ അവരെ നിരീക്ഷിക്കാനായി സർക്കാർ ഉപയോഗിക്കുന്നത്. പോർട്ട് ബ്ലെയറിൽ നിന്നുള്ള ചില സർക്കാർ ഏജൻസികളും അവരെ ദൂരെ നിന്ന് നിരീക്ഷിക്കുന്ന ചുമതല വഹിക്കുന്നുണ്ട്. അവരെ ബാഹ്യ ഇടപെടലുകളില്ലാതെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നതാണ് സർക്കാർ നിലപാട്. എന്തായാലും ഇവരുടെ ജീവിതശൈലി സംരക്ഷിക്കുന്നത് മനുഷ്യ ചരിത്രത്തിനും സാംസ്കാരിക വൈവിധ്യത്തിനും വളരെയധികം പ്രധാനപ്പെട്ടതാണെന്നാണ് സർക്കാരിൻ്റെയും വിദഗ്ധരുടെയും വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.